ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ പ്രൊമോയെ പോലെ തന്നെ ഇന്ന് രാവിലെ കിച്ചണിൽ പ്രോബ്ലമാണ്. ഭക്ഷണം ഉണ്ടാക്കില്ല, പാത്രം കഴുകിയത് ക്ലീൻ ആയില്ല എന്ന് പറഞ്ഞ് നിവിനും ആര്യനും അതുപോലെ തന്നെ അക്ബറും കൂടി പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ മെഡിസിൻ കഴിക്കേണ്ട ആൾക്കാർക്ക് ഫുഡ് കഴിക്കണമല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസ് സംസാരിക്കുകയും പാലും സാധനങ്ങളും എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിച്ച് അവരിൽ നിന്ന് പാല് തായെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കുന്ന സമയത്ത് നെവിൻ പാല് കവറും പാലോടുകൂടി നമ്മുടെ ഷാനവാസ് ഇക്കയുടെ നെഞ്ചത്തേക്ക് എറിയുകയും പുള്ളി ഓൾറെഡി ഹൃദ്രോഗിയാണല്ലോ. അങ്ങനെ പുള്ളി പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ് നമ്മൾ കിച്ചണിൽ കണ്ടത്. കിച്ചണിൽ പാലാകപ്പാടെ ഇങ്ങനെ ഫുള്ള് സ്പ്രെഡായി കിടപ്പുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ അനീഷ് ഏട്ടനും പിന്നെ സാബുമാൻ ചെയ്തോന്ന് വെച്ചാൽ സാബുമാൻ ഒരുമാരില്ല കുറ്റി പോലെ അവിടെ നിൽപ്പുണ്ട്. സാബുമാനൊക്കെ എന്തിനാണോ എന്തോ, എന്തായാലും നിവർത്തികേട് കൊണ്ട് സാബുമാൻ വോട്ട് ചെയ്തല്ലേ പറ്റൂ. ചില മരവാഴകളെ നമ്മൾ വോട്ട് ചെയ്ത് നിർത്തുന്നത് എന്തിനാണ്? അതിനെയും കാട്ടി അങ്ങേയറ്റത്തെ വെറും വൃത്തികെട്ടവന്മാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എന്താ പറയുക, ഈ മരവാഴ എന്നേ പറയാൻ പറ്റൂ സാബുമാനെ. അവനവിടെ ഇല്ല കുന്തം വിഴുങ്ങിയാണ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതല്ലേ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും ഷാനവാസിക്ക കുഴഞ്ഞു വീണ ഷാനവാസിക്ക എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും മീൻസ് അക്ബർ, പിന്നെ ആര്യൻ, നിവിൻ ഒഴിച്ച് ബാക്കി എല്ലാവരോടും ചേർന്ന് അവിടെ നിന്ന് പൊക്കി എഴുന്നേൽപ്പിക്കുകയും കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തു. ബിഗ് ബോസിന് അനൗൺസ്മെൻറ്റ് വന്നു, എത്രയും പെട്ടെന്ന് കൺഫ്യൂഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ. ഓൾറെഡി ഷാനവാസിക്ക് സുഖമില്ലാത്ത ആളാണ്, ഒരുപാട് തരത്തിലുള്ള മെഡിസിൻ കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ഒച്ചത്തിലൊക്കെ സംസാരിക്കുന്നതും ബുദ്ധിമുട്ടാണ്. പുള്ളിക്ക് ആൻജിയോപ്ലാസ്റ്റി മറ്റൊക്കെ സർജറിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയിൽ പുള്ളിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു. വീണ്ടും അവിടെ തറയിൽ തന്നെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും അവർ ഡ്രാമ എന്ന് പറഞ്ഞാൽ അക്ബറും ആര്യനും നിവിനും കൂടി ഇത് ഡ്രാമയാണെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നുണ്ട്. അത് വളരെ മോശമായിട്ടുള്ള, ഇവന്മാരെന്താണ് വിചാരിക്കുന്നത്? ഇതൊന്നും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണോ എന്നാണോ വിചാരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവന്മാരെയൊക്കെ അടിച്ച് പുറത്താക്കാനായിട്ട് ബിഗ് ബോസിന് കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും അറിയത്തില്ല. കാരണം ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ല, അതുക്കും മേലെ എന്തെങ്കിലും ഉണ്ടാണ്. പെട്ടെന്ന് ഹൃദ്രോഗിയ ഒരു മനുഷ്യൻ്റെ നെഞ്ചത്തൊട്ട് പാലെടുത്തൊഴിക്കാൻ മെഡിസിൻ രാവിലെ കഴിച്ചിട്ടില്ല, ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടില്ല, മെഡിസിൻസ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. ഇവനെയൊക്കെ അപ്പം തന്നെ അടിച്ച് പുറത്താക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ചെയ്യാത്തത് എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്കുള്ളിൽ തന്നെ ഇവർക്ക് സ്വാധീനമുള്ള, ഇവരെ സംരക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഈ ബംഗാളിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ഈ ബംഗാളി അവൻ കുറേ മലയാളം പഠിച്ചിട്ട് വന്ന് അവൻ മലയാളിയാണെന്നും പറഞ്ഞിട്ടില്ല, അഭിനയിച്ച് അവനൊക്കെ എന്നിട്ട് വലിയ സംഭവം. രാവിലെ തൊട്ട് അവൻ ഓരോരുത്തരെ ചൊറിയാൻ തുടങ്ങുന്നത്, പ്രത്യേകിച്ച് അനുമോളെ. അത് കഴിഞ്ഞ് അതിന് ചോദ്യം ചെയ്ത് അനീഷ് ഏട്ടൻ്റെ തോളെ പോകുന്നുണ്ട്. അവൻ എന്താണ് ഈ കാണിക്കാന്ന് അറിയത്തില്ല. ഈ ബംഗാളിക്കൊക്കെ ആരാണ് വോട്ട് ചെയ്യുന്നത്? ചിലപ്പോൾ എനിക്ക് ബംഗാളികളെ വെച്ചിട്ട് 10 രൂപ, ഒരു വോട്ടിന് 10 രൂപ എന്നുള്ള കണക്കിൽ കൊടുത്ത് വോട്ട് ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ എങ്ങനെ നിലനിന്ന് പോകുന്നു. നല്ല കണ്ടസ്റ്റന്റ് ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അഭിലാഷ് ഉണ്ടായിരുന്നെങ്കിലോ, ഒനിയൽ ഉണ്ടായിരുന്നെങ്കിലോ, ശാരിക ഉണ്ടായിരുന്നെങ്കിലോ ഒക്കെ എന്തുമാത്രം പ്രതികരിച്ചേനെ. ഇവിടെ ഇപ്പം നിൽക്കുന്ന ആൾക്കാരിൽ 1-2 ആൾക്കാരൊഴിച്ച് ആർക്കും പ്രതികരണശേഷിയില്ല. ഒന്നും സംസാരിക്കാൻ പോലും. ഇതെന്താണ് ഒരു പാത്രം രാവിലെ അതിനകത്ത്, അതും കോട്ടിങ് ഇളകിപ്പോയ പാത്രത്തിനകത്ത് ഒരു പൊടി കണ്ടത് കോട്ടിങ്ങിൻ്റെ ഇതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഞങ്ങൾക്കറിയാം ഫുഡ് ഉണ്ടാക്കാൻ. ലാസ്റ്റ് പിന്നെ നൂറായും ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായത്. എന്നാൽ പോലും ഇതെന്താണ് ഈ നെവിൻ? ഇന്നലെയാണെങ്കിൽ ഈ രജിത് സാർ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, അയാൾ നെവിനെ പിന്നെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നു. നെവിൻ ചെയ്തതെന്തോ പിന്നെ ടോപ്പ് 5 പോകുവാണ് നെവിൻ. ഇയാൾക്കൊക്കെ വിവരവും ബോധവും ഉണ്ടോ? ഇയാളൊക്കെ ആരാണ് ഈ സാറെന്നൊക്കെ വിളിക്കുന്നത്, രജിത് കുമാറിനെയൊക്കെ? എൻ്റെ ദൈവമേ, ഇത്രയും വിവരമില്ലാത്തയും ബോധമില്ലാത്തയും ഒക്കെ ആൾക്കാരാണല്ലോ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നത്. ഇവർക്കൊക്കെ ഫാൻ ബേസ് ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഷാനുഖിനെ കൺഫെഷൻ റൂമിലേക്ക് അനീഷും സാബുമാനും കൂടിയാണ് കൊണ്ടുപോയതിന് ശേഷം പിന്നെ മെഡിസിൻ ഒന്നും കഴിച്ചില്ല എന്ന് അനീഷ് വന്നിരുന്ന് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഇപ്പോൾ എന്തായാലും ലൈവിൽ നമുക്ക് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയുള്ളവരെ എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് ഇരുത്തി അതിനുശേഷം കുറച്ചു നേരം ഇരുന്നതിന് ശേഷം പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. നെവിൻ എഴുന്നേക്കാൻ പറഞ്ഞു. നെവിൻ എഴുന്നേറ്റതിന് ശേഷം പറഞ്ഞു, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇങ്ങനെയുള്ള പിന്നെ ഫിസിക്കൽ അറ്റാക്ക്, ശാരീരികമായിട്ടുള്ള ഉപദ്രവവും അതിക്രമവും ഒരിക്കലും വെച്ച് പൊറിപ്പിക്കില്ല. നിങ്ങൾ പുറത്തു പോകുന്നതും പുറത്താക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി മേലിൽ അവസാനത്തെ വാണിംഗ് ആണ്. ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ആരെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് പുറത്താക്കും എന്നുള്ള രീതിയിൽ ഒരു വാൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞു, ഒരാളോട് മാത്രമല്ല, ആര്യനും അക്ബർ. ആര്യനാണെങ്കിൽ ഇതിനിടയ്ക്ക് അനുമോളെ ഇങ്ങനെ കൈകൊണ്ട് നെഞ്ചത്തോട്ട് അടിച്ചായിരുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് ലൈവിൽ. അപ്പോൾ എന്തായാലും അതിന് പ്രത്യേകമായിട്ടൊരു വീഡിയോ എല്ലാം കൂടി പറഞ്ഞിട്ട് ഞാനിടാം. അപ്പോൾ എന്തായാലും കൺഫെഷൻ റൂമിലാണ്. ഇതുവരെയും ഷാനവാസിക പുറത്തേക്ക് വന്നിട്ടില്ല. ബാക്കിയുള്ള 3 പേരുണ്ടല്ലോ, അക്ബർ, ആര്യൻ അതുപോലെ തന്നെ നെവിൻ ഇരുന്ന് മെഴുകുന്നുണ്ട്.
കാര്യമായിട്ടിരുന്ന് മെഴുകുന്നു. 3 പേരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ്, അയാൾ ഡ്രാമ കളിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇവർക്ക് പറയാൻ തോന്നില്ല, ഒരു മാന്യതയില്ലാത്ത വിവരദോഷികളാണല്ലോ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഇതേപോലെയുള്ള അവസാന 10ലേക്കും അല്ലെ 8ലേക്കും ഒക്കെ വന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വിഷമം. എത്ര നല്ല കണ്ടസ്റ്റൻറ്റുകൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം പോയി ഈ കണ്ടസ്റ്റൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ അനങ്ങാതിരുന്നതാണ് പ്രശ്നം. അവർ ഒരുമാതിരി അവിടെ ഇവിടെയൊക്കെ ബീൻസ് ബാഗിലും മൂലയിലൊക്കെ പോയിരിക്കുക. അത് ആദ്യത്തെ ആഴ്ചകളും രണ്ടാമത്തെ ആഴ്ചകളിലൊക്കെ നന്നായിട്ടൊന്ന് പ്രതികരിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരൊക്കെ അവിടെ നിന്ന് പോയിന് കേട്ടോ. ഈ ഇത്തരത്തിലുള്ള വാഴകളൊക്കെ അവസാന നിമിഷം നിൽക്കുമ്പോൾ ഇവരൊക്കെ ഒന്ന് പ്രതികരണശേഷി പോലും ഇല്ല എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരാളവിടെ കാണിക്കുന്ന തോന്നിവാസത്തിനെ ഒന്ന് എതിർക്കാൻ പോലും ശക്തിയില്ലാത്ത ആൾക്കാരെയൊക്കെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ആരെ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ യുവമാർ ഈ 3 പേര് തന്നെ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്? ഈ ആര്യൻ ബംഗാളി എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? ഏതോ ഒരു സ്ത്രീ, അതുപോലെ തന്നെ മുൻ ബിഗ് ബോസിൻ്റെ താരമൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബംഗാളിക്ക് പണം ഉണ്ടായതുകൊണ്ടാണ് നിൽക്കുന്നത്. കറക്റ്റാണ് അനീഷേട്ടൻ പറയുന്നത്. ഈ ബംഗാളിക്ക് റിസോർട്ടും പണമൊക്കെ ഉണ്ടായിട്ട് ഈ ബംഗാളി ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടോ PR വർക്ക് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ 10 രൂപ, കർണാടകയിലൊക്കെ നമ്മൾ വിധാനസഭയിൽ അവിടെയൊക്കെ ഞാൻ കർണാടകയിൽ പഠിച്ചുകൊണ്ട് എനിക്കറിയാം, ആർക്കെങ്കിലും ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും സെക്രട്ടേറിയറ്റ് പോലെ വിധാനസഭയിൽ കയറിക്കോളാൻ പറയും. അങ്ങനെയുള്ള ആൾക്കാർ ഈ നോർത്ത് ഇന്ത്യൻസ് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കുറേ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അതുപോലെയാണ് ഈ ബംഗാളിക്കൊക്കെ വോട്ട് ചെയ്യുന്ന ഗൈസ്.